ഹായ് കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പുതിയൊരു കഥയുമായി എത്തിയിരിക്കുകയാണ്. കിങ്ങിണി അണ്ണാനും മക്കളും. എത്ര പേർക്ക് അണ്ണാൻ കുഞ്ഞിനെ ഇഷ്ടമാണ്? നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ ഓടിക്കളിക്കുന്ന അണ്ണാനെ കാണുമ്പോൾ പലർക്കും ഇഷ്ടമാണല്ലേ. അതിനെ ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അതിനെ കളിപ്പിക്കാനൊക്കെ എന്ത് സന്തോഷം, എന്ത് ഇഷ്ടമല്ലേ. ഒരിടത്ത് കിങ്ങിണി അണ്ണാനും മക്കളും ഉണ്ടായിരുന്നു. അവരെവിടെയാണ് താമസിച്ചിരുന്നറിയാമോ? നമ്മുടെയൊക്കെ കൂട്ട് വലിയ വീട് കിട്ടിയൊന്നുമല്ല അവർ താമസിക്കുന്നത്. അവർ ഒരു മാവിൻ്റെ കൊമ്പിൽ കൂട് വെച്ചാണ് കിങ്ങിണി അണ്ണാനും മക്കളും പാർത്തിരുന്നത്. പക്ഷേ കാട്ടിലല്ല, ഇവർ പാർത്തിരുന്നത് എവിടെയാണെന്നറിയാമോ? ഒരു പട്ടണത്തിലാണ്. കുഞ്ഞുങ്ങളുടെ നിർബന്ധം സഹിക്ക വയ്യാതെയാണ് ഈ കിങ്ങിണി അണ്ണാന് ഈ കുഞ്ഞുങ്ങളുമായിട്ട് പട്ടണത്തിലേക്ക് താമസം മാറിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവർ ഭക്ഷണം തേടി നടക്കുമ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ ജോലി എത്ര കഷ്ടപ്പാടാണെന്നറിയാമോ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടെത്തി തരുന്നത്. കാരണം കാട്ടിലായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ പഴങ്ങളും മറ്റ് പലതും നിങ്ങൾക്ക് കിട്ടുമായിരുന്നു, ഇഷ്ടം പോലെ ഭക്ഷണം അവിടെ ലഭ്യമായിരുന്നു. എന്നാൽ ഇവർ പട്ടണത്തിലേക്ക് താമസം മാറിയതുകൊണ്ട് മനുഷ്യർ വലിച്ചെറിയുന്ന ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് കണ്ടെത്തി കൊടുക്കേണ്ടത്. അതെനിക്ക് വളരെ കഷ്ടപ്പാടുണ്ടാക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ പറയുകയാണ്, ഞങ്ങൾ വളർന്ന് വലുതായി നല്ല ജോലിയൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും. അതായത് വാഹനമൊക്കെ വരുമ്പോൾ അതിനെ ഒന്നും തട്ടാതെ മുട്ടാതെ ഈ വാഹനം ഒന്നും ഇടിക്കാതെ സൂക്ഷിച്ച് വേണം അമ്മയ്ക്ക് റോഡിൽ ചെന്ന് ഭക്ഷണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുവാൻ. കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അമ്മയുടെ കഷ്ടപ്പാടൊക്കെ മാറ്റി അമ്മയ്ക്ക് നല്ല സഹായമായിട്ട് ഞങ്ങൾ എന്നും നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇവർ താമസിച്ചത് ഒരു മാവിൻ കൊമ്പിലായിരുന്നു. അതിൻ്റെ സമീപേ കൂടി ഒരു ഇലക്ട്രിക് ലൈൻ, അതായത് 11 kV ഒരു ലൈൻ കടന്നു പോകുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഈ കിങ്ങിണിയമ്മ തൻ്റെ മക്കളോട്, അതായത് മക്കളുടെ പേര് ലല്ലു എന്നും അല്ലു എന്നുമായിരുന്നു, ലല്ലുവിനോടും പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഈ മരക്കൊമ്പിൽ ചാടി കളിക്കുകയേ ചെയ്യാവൂ, ഒരു കാരണവശാലും നിങ്ങൾ ഈ സമീപേ കറണ്ട് കടന്നു പോകുന്ന ഈ ലൈൻ കമ്പിയിലേക്ക് ചാടി ഒരിക്കലും നിങ്ങൾ കളിക്കരുതെന്ന് ഉപദേശിക്കാറുണ്ടായിരുന്നു. എന്നാൽ ലല്ലു ആകട്ടെ അമ്മ പറയുന്നത് അത്ര അനുസരിക്കാൻ ഇഷ്ടമൊന്നുമില്ല. നിങ്ങളിൽ പലരും അങ്ങനല്ലേ? അമ്മമാരൊക്കെ ഓരോ മോനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറയുന്നത് ഇഷ്ടമാണോ? ഇതുപോലെ തന്നെ ലല്ലുവിന് അമ്മയുടെ ഉപദേശം ഒത്തിരി ഇഷ്ടമില്ല. അതേസമയം അല്ലു അമ്മ ഭക്ഷണം തേടി പുറത്ത് പോകുമ്പോഴൊക്കെ അല്ലു കൂട്ടിലിങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയെ സൂക്ഷിക്കണേ, എൻ്റെ സഹോദരനെ സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നാൽ അനുസരിക്കാത്ത മകൻ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു ദിവസം ഈ ഇലക്ട്രിക് കമ്പിയിൽ ഇങ്ങനെ ചാടിക്കളിക്കുകയാണ്. അമ്മ ഇത് കണ്ടപ്പോൾ അവനെ വീണ്ടും ഉപദേശിച്ചു, മോനെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഇലക്ട്രിക് ലൈനിൽ കളിക്കരുത്, അത് അപകടമാണെന്ന്. അങ്ങനെ ഇവൻ അമ്മ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ദിവസം പിന്നെയും ഈ കമ്പിയിൽ ഇങ്ങനെ ചാടിക്കളിച്ചപ്പോൾ ഈ കമ്പികൾ തമ്മിൽ കൂട്ടി ഉരസിയിട്ട് പെട്ടെന്ന് തീപ്പൊരി പാറുവാനിടയായി. പെട്ടെന്നുണ്ടായ ഇതിൽ ഇവൻ നിലത്തേക്ക് വീഴുവാനിടയായി. ദൈവത്തിൻ്റെ സഹായത്താൽ ഇവന് അപകടമൊന്നും പറ്റിയില്ല. താഴേക്ക് വീണതുകൊണ്ട് ചെറിയ ഒരു മുറിവ് മാത്രം പറ്റി. അമ്മ പറഞ്ഞു, നീ ചെയ്ത് എത്ര വലിയ തെറ്റാണെന്നറിയാമോ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് നീ അനുസരിക്കാതിരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ അപകടം പറ്റിയതെന്ന്. പക്ഷെ അന്ന് ഇവനൊരു തീരുമാനമെടുത്തു, ഞാനിനിയും എൻ്റെ അമ്മ പറയുന്നത് അനുസരിച്ച് മാത്രമേ ജീവിക്കുകയുള്ളെന്ന്. മക്കളെ, നിങ്ങൾ എത്ര പേര് അങ്ങനെ ഒരു തീരുമാനം ഈ അണ്ണാൻ കുഞ്ഞെടുത്തതുപോലെ എടുക്കുവാൻ നിങ്ങളിൽ എത്ര പേർക്ക് കഴിയും? മമ്മിയും പപ്പയും പറയുന്ന അനുസരിച്ച് നല്ല മക്കളായി ജീവിക്കുന്നവരെയാണ് യേശുപ്പസിന് ഒത്തിരി ഇഷ്ടം. ബൈബിളിൽ 1 ശമൂവേൽ 15-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധ വെച്ച് കേൾക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അതായത് ഒരു വലിയ യാഗം കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നത്. ഇന്ന് എത്ര പേർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്? മിടുക്കര്, നിങ്ങളെല്ലാവരും നല്ല തീരുമാനമെടുത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. അടുത്തൊരു കഥയുമായി വീണ്ടും കാണും വരെ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ.